ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിലൊന്നാണ് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം വാർഡ്രോബിൽ ധാരാളം ബ്രാൻഡഡ് ഡ്രസ്സസ് നമ്മുടെ ഉണ്ടാവും. പക്ഷേ ഏത് ഒക്കേഷനിൽ ഏതിടണം, അതെങ്ങനെ പെയർ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു വലിയ തലവേദന എനിക്ക് പേഴ്സണലി ഒഴിവാക്കി തന്ന ഒരാളെയാണ് ഇന്ന് എൻ്റെ മുമ്പിലുള്ളത്. ശ്രീനാഥ് മിഖായൽ. താങ്ക് യു മാൻ. യെസ്. ഇപ്പോൾ നമ്മൾ സ്റ്റൈലിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവൻറ്റ് ബേസ്ഡ് ഒരു ഇവൻറ്റിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇവൻറ്റിന് പറ്റിയ ഒരു ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും ആ ഇവൻറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വാർഡ്രോബിൽ തന്നെ പോയിരിക്കും. ഇപ്പോൾ ഒരു ശ്രീനാഥ് ഒരു വാർഡ്രോബ് കൺസൾട്ടൻ്റാണ്. ശരിക്കും എനിക്കതിന് സർവീസ് കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം എന്താണെന്നുള്ളത്. എന്നാൽ എന്താണ് ഈ ഒരു സ്റ്റൈലിസ്റ്റും ഒരു വാർഡ്രോബ് കൺസൾട്ടൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം? സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതായത് സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ്, ഈ സെലിബ്രിറ്റീനെ ഈ മാഗസീനിൽ ഷൂട്ടിന് അല്ലെങ്കിൽ ഒരു പരസ്യത്തിൽ ഇന്ന ആളാണ് സ്റ്റൈൽ ചെയ്ത്. അങ്ങനെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ഈ കോൺസെപ്റ്റ് ഡെവലപ്പായി വന്നിട്ട് പിന്നീടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റ് ബേസ് ആയിട്ട് ഈ സംഭവം ഡെവലപ്പായത്. അപ്പോൾ അത് കുറച്ചുകൂടി പോഷായിട്ടുള്ള കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ജോലിയാണ്. വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വാർഡ്രോബ് ഫ്രം റോ നമ്മൾ ഫുൾ സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. അത് നമുക്കെന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വാർഡ്രോബ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആക്സസറീസോ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യണത്. കംപ്ലീറ്റ് നിങ്ങളുടെ ബോഡി പ്രൊപ്പോർഷൻ, കോംപ്ലക്ഷൻ, നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയാസ് ഡിഫറെൻറ്റ് ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ഥലത്തും ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വ്യത്യാസമാണ്. ഒരു സ്റ്റൈലിസ്റ്റിന് ഒരിക്കലും ക്ലൈമാറ്റിക് കണ്ടീഷനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഒരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഒരു മാഗസീൻ്റെ ഷൂട്ടോ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ ആ കുറച്ച് നേരം ആ എ സിയിൽ ഇരുന്നിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എന്നൊരു വാർഡ്രോബ് കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിയൽ ലൈഫായിട്ടുള്ള ക്ലയൻസിന് അവർക്ക് ഇട്ട് നടക്കാൻ അല്ലെങ്കിൽ അവരുടെ വർക്ക് ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന ആ അറ്റയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ജോലി കൂടുതലാണ്, അവർക്ക് എക്സ്പെർട്ടൈസ് കൂടുതൽ വേണം. എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരിനെ കേസ് സ്റ്റഡിയിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന നോളജ് വെച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സ്റ്റൈലിസ്റ്റുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് വളരെ റയറായിട്ടുള്ള, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വളരെ റയറായിട്ടുള്ള ആൾക്കാരാണ് അത് അങ്ങനെയാണെന്ന് പറയാറ് പോലും ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഞാനും ശ്രീനാഥിലേക്ക് എത്തിയത് അങ്ങനെയാണ്. കാരണം സ്റ്റൈലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും അവരുടെ ഇൻസ്റ്റഗ്രാമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആക്ച്വലി നമുക്ക് ഡെയിലി പ്രാക്ടിക്കൽ ലൈഫിൽ അത് പോസിബിൾ അല്ല. ഒരു ഇവൻറ്റിൽ അത് പറ്റുമായിരിക്കും. അപ്പോൾ നമുക്കൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പല ഇവൻറ്റിൽ അയാൾക്ക് അവിടെ അപ്പിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും അവരുടെ ഒരു ക്യാരക്ടർ അല്ലേ, അവരുടെ അതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന തരത്തിൽ, അതുപോലെ അവരുടെ ബോഡി പ്രൊപ്പോർഷനായിട്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ സ്ലിം ഫിറ്റ് ഡ്രസ്സൊക്കെയാണ് സാധാരണ ധാരണ ധരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി വയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത്തിരി പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ശരിക്കും ഒരു വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ ബോഡി പ്രൊപ്പോർഷനും അതുപോലെ എൻറ്റയർ അവരുടെ ആ ഒരു കോംപ്ലക്ഷൻ, അതുപോലെ അവരുടെ ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവർക്കൊരു ഡ്രസ്സിങ് സൊല്യൂഷൻ കൊടുക്കുന്നത് അല്ലേ? അതായത് പല കോമ്പിനേഷൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, ജനറലി സ്റ്റൈലിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ടേംസിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ള ഡെഫിനേഷനും അല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണ് പറയുന്നത്. സ്റ്റൈലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളതിനൊന്ന് സ്റ്റൈൽ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ഭംഗിയാക്കുക. അത് എത്രത്തോണ്ട് നമുക്ക് വർക്കാവും എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിൽ ഭംഗിയാക്കും. അപ്പോൾ മനുവിനെ പെട്ടെന്നൊന്ന് ഭംഗിയാക്കണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു ഓവർ ദ നൈറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഒരുപാട് ലെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് ആക്സസറീസ് ചെയ്തിട്ട് നമുക്ക് അവരേനെ ഭംഗിയാക്കാം. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ സ്റ്റൈലിസ്റ്റിൻ്റെ ടാലൻറ്റ് മാത്രമാണ് കാണുന്നത്. ഒരു വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻ, അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ മിക്ക സമയത്തും സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലുക്കിലേക്ക് നമുക്ക് ഒരുപാട് ഇൻഫാക്ച്വേഷൻ വരും. ആ ലുക്ക് കണ്ടിട്ട് നമ്മളത് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻ, നമ്മുടെ കളറിന് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് അത് എത്രത്തോണ്ട് യൂസ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആരംഭശൂരത എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് കാണിക്കും. കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാൻ അത് പറ്റുന്നില്ല. കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം മിക്ക സ്റ്റൈലിസ്റ്റുകളും ഏതെങ്കിലും ഒരു റെഫറൻസസ് എന്തെങ്കിലും എടുത്തിട്ട് എക്സൈറ്റ് സെയിം സംഭവം റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫിറ്റിനോ കംഫർട്ടിനോ ഒന്നും വാല്യൂ ഇല്ല. എന്നൊരു വാർഡ്രോബ് കൺസൾട്ടൻറ്റിന് ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഫിറ്റിനും കംഫർട്ടിനും
യൂസിനും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാനുള്ള ആ ഒരു പ്രോസസ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാക്ട്ലി. ആ ഒരു ഹെൽപ്പാണ് എനിക്ക് ശ്രീനാഥിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ വാർഡ്രോബിൽ ഇതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. പക്ഷേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടായിരിക്കും, ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഷൂ ആയിരിക്കും. പക്ഷേ ഇത് മൂന്നും കൂടെ പെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കെന്തോ ഒരു കംഫർട്ടല്ലാത്തൊരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി ആ ഒരു സ്റ്റൈലിങ്ങുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യാൻ നോക്കിയെങ്കിലും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖമില്ല. മേ ബി നമ്മുടെ ബോഡി പ്രൊപ്പോർഷൻ്റെ ആയിരിക്കും. പക്ഷേ അവിടെയാണ് എനിക്ക് ശ്രീനാഥിൻ്റെ ഒരു വലിയ ഹെൽപ്പ് കിട്ടിയത്. കാര്യം ആ ഒരു ബോഡി പ്രൊപ്പോർഷൻ നോക്കിയിട്ട് അതിന് പറ്റിയ ആ ഒരു പാറ്റേൺ ഹെൽപ്പ് ചെയ്തു തന്നു. ഇത് തന്നെയല്ലേ എല്ലാവർക്കും അല്ലേ? യെസ്. ഒരു സെലിബ്രിറ്റിയുടെ വാർഡ്രോബ് അല്ലെങ്കിൽ ഒരു ലുക്ക് എന്ന് പറയുന്ന സമയത്ത്, എക്സ്പെഷ്യലി നമ്മൾ പിൻട്രസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ലുക്ക് എക്സാക്ട്ലി അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലത്തെ ഭംഗി ഉണ്ടാവുന്ന. പക്ഷേ മെജോറിറ്റി ഓഫ് ദി കേസിൽ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു രൺവീർ സിംഗ് അല്ലെങ്കിൽ രൺബീർ കപൂർ അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പേഴ്സൺ ആ പെർട്ടിക്കുലർ ഡ്രസ്സിൽ ആ പെർട്ടിക്കുലർ ഫോട്ടോഗ്രാഫിൽ അതായത് ബാക്ക്ഗ്രൗണ്ട്, ഡ്രസ്സ്, സ്റ്റൈലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഫോട്ടോയുടെ ആസ്തറ്റിക്സിനോടാണ് നമുക്ക് എന്ത് വരുന്നത്, ഭംഗി തോന്നണത്. അപ്പം നമുക്ക് വേണ്ടതും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആ ആസ്തറ്റിക്സ് ആണ്. അപ്പോൾ മിക്ക ആൾക്കാരും അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ എക്സാക്റ്റ് ആ ആക്സസറി, ആ ഷൂ, ആ ചെരുപ്പ്, ആ പാൻസ്, ആ ഷർട്ട് വാങ്ങി ഇട്ട് നോക്കും. മിക്ക ആൾക്കാരും ഒരു കോലം കെട്ടി വൈബായിരിക്കും. ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടി ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന ലുക്കാണ്. അപ്പൊ നമ്മളൊരു വാർഡ്രോബ് കൺസൾട്ടന്റ് ആവുന്ന സമയത്ത് മനു ആണെങ്കിൽ മനുവിന്റെ ആവശ്യപ്രകാരം മനുവിന് എന്ത് ലുക്കാണ് വേണ്ടത്, അപ്പോൾ ആ ലുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ഹേർഡിൽസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ചില ഫീച്ചേഴ്സിനെ നമ്മൾ കൂടുതൽ എൻഹാൻസ് ചെയ്യും, ചില ഫീച്ചേഴ്സിനെ സട്ടിലാക്കേണ്ടി വരും. ജസ്റ്റ് ഇപ്പോൾ മനുവിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ആ പാൻസിൻ്റെ ഷർട്ട്സിൻ്റെ ഫിറ്റ് മാത്രം മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അതെന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷർട്ടോ ട്രൗസേഴ്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലുക്ക് കംപ്ലീറ്റ് ആവില്ല. ആ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി പ്രൊപ്പോർഷൻസ് നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് വളരെയധികം അത്യാവശ്യമാണ്. ആ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരുപാട് ട്രയൽ ആൻഡ് എറർ ഇല്ലാതെ ആളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഒറ്റ ലുക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റൈലിസ്റ്റൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഈ വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന എങ്ങനെയാണ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതെങ്ങനെയാണ് ശരിക്കും ഒരാൾക്ക് ഒരു എൻറ്റയർ അവരുടെ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഞാനും ട്രാൻസ്ഫോർമേഷനാണല്ലോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും അതൊരു റിയൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ളൊരു ജേർണി? അതൊരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചതാണോ, അതൊരു പാഷനാണോ? എനിക്കറിയാം ഇത് ഒരുപാട് വർഷമായിട്ട് ഇത് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അതൊന്ന് പറയാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഒരു വാർഡ്രോബ് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ വാർഡ്രോബ് കൺസൾട്ടൻ്റ് ആവണം എന്ന് വിചാരിച്ച് ഒരു ലക്ഷ്യം വിചാരിച്ച് വാർഡ്രോബ് കൺസൾട്ടൻ്റ് ആയതല്ല. ലക്ഷ്യം എപ്പോഴും നല്ലൊരു ഡിസൈനർ ആവണം, നമുക്ക് ബെസ്റ്റായിട്ട് ഡിസൈൻസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന ലെവലിലാണ് ചെയ്തത്. ബേസിക്കലി ഫസ്റ്റ് ഞാൻ ചെയ്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലായത് വിത്തൗട്ട് പാഷൻ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രത്തോളം ഒരു ഹാർഡായിട്ടുള്ളൊരു സംഭവം എന്നുള്ളത് തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മാസ്റ്റർ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഞാനൊരു സ്റ്റൈലിസ്റ്റായിട്ട് അന്ന് ഭയങ്കര റിനോൺഡ് ആയിട്ടുള്ള ഇപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിലാണ് ഞാൻ വർക്ക് സ്റ്റൈലിസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണെങ്കിലും ഈ സ്റ്റൈലിസ്റ്റിന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡിസൈനർ പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട്. ഈ പഠിച്ചിറങ്ങിയിട്ടുള്ളൊരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ്മാന് പകരമായിട്ട് ഫാഷൻ ഡിസൈനേഴ്സിനെ നിർത്തി കഴിഞ്ഞാൽ തുണി മടക്കാനും വരുന്ന ക്ലയൻസിനെ അറ്റൻഡ് ചെയ്യുന്നതും കുറച്ചുകൂടി ബെറ്റർ ആവും. ഒരു കൈൻഡ് ഓഫ് സെയിൽസ്മാനെ ഡീൽ ചെയ്യുന്ന പോലെയാണ് മൊത്തത്തിൽ ആ ഒരു കൾച്ചർ ഉള്ളത്, ഈവൻ ആ സമയത്ത് ബാംഗ്ലൂർ പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളതിനെ കുറിച്ച് ഭയങ്കര ഹൈ ആയിട്ട് ചിന്തിക്കണം. ഞാൻ എന്തോ സംഭവമാണ്, അപ്പോൾ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആവുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്ന സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള നീഷ് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊഫഷനിൽ ബെസ്റ്റ് ആവണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം വരും. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഫാഷനിലേക്ക് ഡൈവേർട്ട് ആവണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഞാൻ റിസർച്ച് അന്നൊരു ടോപ്പിക് ബേസ്ഡ് ഒന്നല്ല, പക്ഷേ ജനറലായിട്ട് നമ്മൾ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഫിലോസഫി ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ആർട്ട് ആൻഡ് ഫാഷൻ. എപ്പോഴും നമുക്കൊരു പ്രൊഡക്റ്റ്, അതിപ്പോൾ ഡ്രസ്സ് ആണെങ്കിൽ
ആണെങ്കിലും എന്താണെങ്കിലും അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് മുമ്പേ നമുക്ക് സെല്ലബിൾ ആയിട്ടുള്ള ഒരു കൊമോഡിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഡിസൈൻ ഫിലോസഫി വേണം. അപ്പം അങ്ങനെ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന കുറേ വർഷങ്ങളായിട്ടുള്ള ഞാൻ വർക്ക് ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഡിസൈനറായിട്ട് അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് വരുന്ന സമയത്തുള്ള ക്ലയൻസ് റിയൽ ലൈഫിലുള്ള റിയൽ ലൈഫ് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും റീൽ തന്നെയാണ്. ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും റീലാണ്. പക്ഷെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പിന്നിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യണത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ കംഫർട്ടോ ഫിറ്റോ ഇതിനൊന്നും വാല്യൂ ഇല്ല. അത് നമ്മൾ ചിലപ്പോൾ ബാക്കിൽ പിൻ ചെയ്തിട്ടായിരിക്കാം, ആ മെറ്റീരിയൽ തീരെ ബ്രീത്തബിൾ ആയിരിക്കില്ല, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ്. കാരണം 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തെ പരിപാടി ഫുഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന പോലെ റിയൽ ലൈഫ് ഫുഡ് പോലെ ആവില്ല. പക്ഷെ റിയൽ ലൈഫായിട്ടുള്ള ക്ലയൻസിന് പറയുമ്പോൾ അവർ നമുക്ക് പേയ്മെന്റ് ഇങ്ങോട്ട് തന്ന് അവർക്ക് ഒരു ആവശ്യമായി വന്ന് അവരുടെ ബോഡിയുടെ ഷേപ്പ് ഒക്കെ വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്താ, ആ സംഭവം പ്രൊഡക്റ്റ് നമ്മൾ ഈ സെയിലിൻ്റെ സമയത്ത് ഒരുപാട് ഡയലോഗ് അടിക്കും. ആ ഡയലോഗ് അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇട്ട് വന്ന് കഴിയുന്ന സമയത്ത് അവർക്ക് അതേ ഫീൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലയന്റിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസ് സ്റ്റഡീസ് കിട്ടും. ഓരോ ക്ലയന്റും ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ജോബ് മുതൽ വന്നിരിക്കുന്ന ഓരോ ക്ലയൻസും എൻ്റെ എന്തായിരുന്നു ഓരോ കേസ് സ്റ്റഡീസ് ആയിരുന്നു. അപ്പം ഓരോ ക്ലയൻസിൽ നിന്നും കിട്ടുന്ന റിവ്യൂ അനുസരിച്ചാണ് നമ്മൾ ഈ റിസർച്ച് കംപ്ലീറ്റ് ആയിട്ട് 12th ഇയർ ആണ് റിസർച്ചിൻ്റെ 12ാമത്തെ വർഷം. അപ്പോൾ ആ ഒരു നോളേജിൻ്റെ ബേസിലാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് മനുവിനെ പോലെ നമ്മുടെ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫാൻസിയർ ആയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരല്ല. മെയിനായിട്ട് മെജോറിറ്റി നമ്മുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഓൺട്രപ്രണേഴ്സും പിന്നെ നമുക്ക് സെറിമോണിയലായിട്ടുള്ള വെഡിങ് അങ്ങനത്തെ ഫംഗ്ഷൻ വരുന്നതാണ്. വെഡിങ് എന്ന് പറയുമ്പോൾ വളരെ സീസൺ ആയിട്ടുള്ളതാണ്. എപ്പോഴും സ്ഥായിയായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ഓൺട്രപ്രണേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം അവർ ബൂട്ട് സ്ട്രാപ്പിംഗ് ഒക്കെ എസ്പെഷ്യലി ഇപ്പോൾ അച്ഛൻ്റെ പണം അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ പണം ഒന്നും ഇല്ലാത്ത ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് അവരുടെ മാത്രം എഫേർട്ട് കൊണ്ട് ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാലം വരെ അവരെന്താ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല. ഈ ബിസിനസിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിയിട്ട് ഇതൊന്ന് ഡെവലപ്പ് ആക്കി കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ബോഡിയുടെ പ്രൊപ്പോർഷൻ പോയിട്ടുണ്ടാവും, സ്കിന്ന് ടാൻഡ് ആയിട്ടുണ്ടാവും, വാർഡ്രോബിന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിയിടും. ഒരു പരിധി അവരവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, അവർ പോകുന്ന സർക്കിൾ മാറി, കമ്പനിയുടെ അവരുടെ ഒരു ബ്രാൻഡായി മാറി. അപ്പോൾ ഇവർക്ക് ആ സർക്കിളിലേക്ക് പോകുന്ന സമയത്ത് ഇവർ അതിലേക്ക് എന്തോ ചേരുന്നില്ല, ഓടായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് മനു നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പോൾ ലൂയി വിത്തോന്റെ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിയിട്ട് ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി സ്വാപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശം. അത് തെറ്റാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, എക്സ്പെഷ്യലി ഇന്നത്തെ യുഗത്തിൽ. അപ്പോൾ മനു പൈലി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനു പൈലിയുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് ഒരിക്കലും ഈ ലൂയി വിത്തോന്റെ അല്ലെങ്കിൽ എൻ്റെ തന്നെ ബ്രാൻഡായിട്ടുള്ള ശ്രീനാഥ് മിക്കായലിൻ്റെയോ HSM മെറ്റീരിയലിൻ്റെയോ ഒന്നും ഒരു ഐഡന്റിറ്റി ആയിട്ട് സ്വാപ്പ് ചെയ്തിട്ട് അത് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ ഒരു സ്റ്റേജിൽ അവർക്ക് അവരുടെ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കണം അല്ലേ. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവരുടെ താഴെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് സംസാരിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന കമാൻഡിങ് പൊസിഷനിലാണ് നിൽക്കണം. ആ സമയത്ത് ഇവരുടെ ഡ്രസ്സ് കൊണ്ട് ഇവരുടെ ജഡ്ജ്മെന്റിലാവരുത്, ജഡ്ജ് ചെയ്യപ്പെടരുത് ഇവരനെ. അപ്പൊ ഡ്രസ്സ് പോരാന്നുള്ള ഒരു ഉള്ളിലുള്ള തോട്ട് ബാക്കി എല്ലാവരും ഒരു കൂട്ടത്തിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയി മാറും. കാരണം അവർ അത്രയും ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇത്രയും ഡെവലപ്പ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് എന്നുള്ള ഒറ്റ ഫാക്ടർ കൊണ്ട് ഇവർ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയാൽ ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ. മനുവിന് പെട്ടെന്ന് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് മനുവിൻ്റെ സ്വന്തം എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വരെ മനു ഓവറായി നോക്കുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആവും. എല്ലാവരും ഇങ്ങനെ നോക്കണം, ഈ ഒരു പാറ്റേൺ അല്ല. അപ്പൊ ആൾക്കാരുടെ മുമ്പിൽ ഒരു ക്ലൗൺ ആവാനും പാടില്ല എന്ന് ഇവർക്ക് ബോഡിയിലേക്ക് ഇത് സിങ്കായി വരാനും സമയം കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് എന്ത് മനസ്സിലായത്, എനിക്ക് ഈ അപ്പൊ അന്ന് നമ്മൾ എന്തിനെയാണോ നമ്മൾ വെറുത്തത്, സെയിൽസ്മാൻ ആക്കുന്ന അപ്രോച്ചിനെ നമ്മൾ വെറുത്ത് പിന്നീട് ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഭയങ്കര എക്സ്പെർട്ടൈസ് ഉണ്ട്, നമുക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നല്ലൊരു കാറ്റഗറിയാണ്. ഈ കാറ്റഗറി ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കിയ സമയത്താണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഫഷനാക്കി ഇതിനെ ഡെവലപ്പ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് വാർഡ്രോബ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗിൽ നമുക്ക് ഈ പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാനൊരു കാലത്ത് ഈ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എന്താണ് നമുക്ക് പൈസയുണ്ട്, അപ്പോൾ നമുക്ക് പോയി ഏതെങ്കിലും നല്ല ബ്രാൻഡ് വാങ്ങിക്കുന്നു, ആ ഒരു ബ്രാൻഡ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ശ്രീനാഥ് പറഞ്ഞ പോലെ തന്നെ ആ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ഓക്കെ നമ്മൾ ധരിക്കുന്ന ആളാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെ ഒന്ന്
നമ്മൾ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ട്രയൽ നടത്തിയത്. പക്ഷേ എനിക്ക് ശ്രീനാഥിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് കാരണം മറ്റേത് ഈസിയാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു ബ്രാൻഡ് ഷോപ്പിൽ പോയി വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ഇതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു പെയറിങ്ങിൻ്റെ പ്രോപ്പർ ആ ഒരു കാര്യങ്ങളവിടെ നടക്കുന്നില്ല. പക്ഷേ എനിക്ക് ശ്രീനാഥിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു പെയറിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മളൊരു ബ്രാൻഡ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? തീർച്ചയായും. ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങണത് കൊണ്ടോ അവനാൻ്റെ കയ്യിലിരിക്കുന്ന കാശാണ്. മനു ചിന്തിക്കുക, ഇപ്പോൾ മനു ബ്രാൻഡ് ഒന്നില്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫ് ദ റാക്കായിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റം വാങ്ങുന്നു. ഈ രണ്ട് സ്ഥലത്തും മനു സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനു കാശ് കൊടുത്ത് ഒരു സംഭവം വാങ്ങിയിട്ട് എക്സ്പെഷ്യലി ഡ്രസ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ഉള്ള സ്ഥലമാണ് ശരീരം എന്ന് പറയുന്നത്, സ്കിന്ന്. അതിൻ്റെ മുകളിൽ വെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ അറ്റീലിയിൽ നിന്ന് വാങ്ങിയാലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങുമ്പോഴും ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ സംഭവം വാങ്ങിയതിന് ശേഷം ഞാനൊരു ഷർട്ട് അടിച്ച് തന്നിട്ട് ശ്രീനാഥ് മിഖായൽ HSM അറ്റീലിയ എന്ന് ഞാൻ എഴുതിയിട്ട് നമ്മളൊരു ഹോർഡിങ് പോലെ ആലോചിച്ച് നോക്കണം. അപ്പൊ ഏത് വലിയ ബ്രാൻഡ് ആയിക്കോട്ടെ. അപ്പൊ ആൾക്കാർ നമുക്ക് ഇതിനെ കമന്റ് വരും, എന്ത് സ്വാഭാവികമായിട്ട് നിനക്ക് ബ്രാൻഡ് വാങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ആ ബ്രാൻഡിൽ പോയി കസ്റ്റമൈസ് ചെയ്യും. ഇപ്പോൾ ലൂയി വുത്തോൻ്റെ ഒരു സൂട്ടോ അല്ലെങ്കിൽ ടോം ഫോർഡിൻ്റെ ഒരു സൂട്ടോ അതല്ലെങ്കിൽ ഗുച്ചിയുടെ ഒരു സൂട്ടോ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ സൂട്ടിൻ്റെ മുകളിൽ ഗുച്ചിന്ന് എഴുതില്ല. നമ്മൾ ഓഫ് ദ റാക്ക് ആയിട്ട് വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന സംഭവം അവർ ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും പോയിട്ട് ഒരു ഐറ്റം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ക്യാരി ബാഗ് ആയിട്ട് ഒരു സംഭവം തരും. ആ ക്യാരി ബാഗിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വെക്കുന്ന അതേപോലെയാണ്. നമ്മളിപ്പോൾ ഒരു 3000 5000 10,000 കൊടുത്തിട്ട് ഒരു അറ്റയർ വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഹോർഡിങ് പോലെ ഫ്ലെക്സ് വളരെ ചെറിയ ഒരു പോലും അല്ല, പക്ഷെ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ ഗുച്ചി എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ടീഷർട്ട് വാങ്ങിയിട്ട് ഗുച്ചി എന്ന് നമുക്ക് സൈഡിലായിട്ട് ഉള്ളിൽ ഒരു ലേബിൾ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഹാപ്പി. അവർക്ക് എന്ത് വേണം? അത് ചെസ്റ്റിന്റെ മുകളിൽ തന്നെ അത് തന്നെ വേണം. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സബ് ടു ദം. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അത് എപ്പോഴും കൂടുതൽ നമ്മൾ ഈ ഓൾഡ് മണി കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഈ പൈസ ഉണ്ടാക്കുന്ന പിള്ളേര് അതല്ലാന്നെങ്കിൽ ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്ത് എന്തോ കാശ് വന്നു, അപ്പൊ ഇവർക്ക് ഷോ ഓഫ് കാണിക്കണം. എൻ്റെ കയ്യിൽ ഉണ്ടായാൽ മാത്രം പോരാ, എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക കൂടിയും വേണമെന്ന് തോന്നിക്കുന്ന ആൾക്കാരാണ് മേജറായിട്ട് ഇതിലേക്ക് പോകുന്നത്. എന്നാൽ ഈ കോൺസെപ്റ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്, ഇപ്പം എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ മാത്രമാണ്, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ബിസിനസ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അതെന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഒരിക്കലും ഇത് ചെയ്യില്ല. കാരണം അത് ഒരിക്കലും അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ആ ക്ലോത്ത് ചൂസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ എംബ്രോയിഡറി ചൂസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഫിറ്റ് ചൂസ് ചെയ്യണമല്ലോ, ഒന്നും ഇവർ പാർട്ടല്ല. ഇവരാകെ എന്ന് പറയുന്നത് അവിടെ ചെല്ലുന്ന സമയത്ത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നോക്കിയിട്ട് ആ മെറ്റീരിയൽ നോക്കിയിട്ട് അവർ എടുത്ത് വെയർ ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ പ്രൊപ്പോർഷൻ, സ്കിന്നിൻ്റെ ഈ കോംപ്ലക്ഷൻ, നമ്മൾ എന്തിനാണ് ഇടുന്നത്, എവിടെയാണ് ഇടുന്നത്, അത് എത്ര കൈൻഡ് ഓഫ് പെയറിങ് നമുക്ക് ചെയ്യാം, എത്ര ലെവൽ ഓഫ് കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാം, ഇതൊക്കെ നോക്കിയിട്ട് എല്ലാത്തിലും നമുക്ക് എന്തുണ്ട്, നമുക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അല്ലേ? നമ്മൾ എന്തെങ്കിലും പോയിട്ട് ഒരു സാധനം വാങ്ങി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ളതല്ല. കാരണം അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ആൾക്കാർക്ക് ഇപ്പോൾ 24 മണിക്കൂർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആണ്. ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും പുറത്ത് പോകണില്ല, ഓർഡർ ചെയ്ത് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. അപ്പോൾ ആൾക്കാർക്ക് ഇനിയുള്ള കാലത്ത് ഒരു മാർക്കറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എക്സ്പീരിയൻസിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഒരു സിംഗിളായിട്ടുള്ള പ്രോസസ്സിൽ പോലും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ആ സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസാണ്, അതിന് വാല്യൂ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. മറ്റേത് നമ്മൾ വളരെ റിജിഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിനോടുള്ള താല്പര്യം നമുക്ക് പോവുകയും ചെയ്യും, എല്ലാത്തിനോടുള്ള താല്പര്യം പോവും. പക്ഷേ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ വരുമ്പോഴാണ് മനസ്സ് ഡിപ്രസ്ഡ് ആവുന്നത്. നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെറിയൊരു ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുന്ന റൂമിനെ വൃത്തിയാക്കുമ്പോൾ വരെ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട്, സമാധാനമുണ്ട് പെട്ടെന്നൊരു സമയത്ത്. അതേപോലെ നമുക്കൊരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് തരുന്നൊരു സന്തോഷമുണ്ട്. അത് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല വാങ്ങുന്ന ആൾക്കും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സിങ്ങിൽ അതിനകത്തൊരു ഇമോഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പം ബ്രാൻഡ് ക്യാരി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പം ഒരു ഓണ്ടർപ്രണർ, അപ്പോൾ അയാളുടെ
എംപ്ലോയി ഇടയ്ക്ക് സംസാരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ശരിക്കും ആ എംഫസിസ് പോവേണ്ടത് അയാളുടെ ഫേസിലേക്കാണ്, അല്ലേ? അതല്ല ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, അതാണ് അയാളുടെ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പോൾ ശരിക്കും ഈ പറയുന്നത് നമ്മളൊരു ഹോർഡിങ് പോലെ ഒരു ബ്രാൻഡിങ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും, അല്ലേ? അതാണോ അതിൻ്റെ ഒരു മീനിങ്? ഈ ഓൺട്രപ്രണറുടെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഭയങ്കര റെസ്പെക്റ്റോട് കൂടി, നമ്മൾ ഭയങ്കര ഫോക്കസോട് കൂടി ശ്രദ്ധിച്ച് കേൾക്കുന്ന പേടിയുണ്ട്, ഇതൊക്കെ കേൾക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട്, ഇപ്പോൾ അവർ നമ്മളതിനെ ഉപദ്രവിച്ചാലും നല്ല രീതിയിൽ സ്നേഹിച്ചാലും ഒക്കെ നമ്മുടെ ആ ഒരു വളർന്നു വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൺട്രപ്രണറിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സിങ്ങിൻ്റെ കേസിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിലും ബെസ്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടീച്ചേഴ്സായിട്ടാണ്. വൈ? ബിക്കോസ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും, ഒറ്റയ്ക്ക് അല്ലാത്തൊരു സമ്പദ്രവം പറയണത്, സ്റ്റാഫിൻ്റെ അടുത്ത് നമുക്ക് എപ്പോഴും ഒരു ഓൺട്രപ്രണർക്ക് എപ്പോഴും തോന്നും അവരെപ്പോഴും കൂടുതൽ ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് അവരുടെ ലെവലിലേക്ക് എത്തുന്നില്ല എന്നൊരു ചിന്ത ഓൺട്രപ്രണേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൻ്റെ കൾച്ചർ അത് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ സംഭവമായിരിക്കും. അപ്പോൾ അവരിത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു ഭയങ്കര ഫ്ലൂറസെൻറ്റ് ഗ്രീനിലുള്ള ഒരു സ്കേർട്ടും ഒരു വളരെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫിസിക്സ് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും നമ്മുടെ കംപ്ലീറ്റ് ശ്രദ്ധയും കാര്യങ്ങളും പോവുക എങ്ങടായിരിക്കും. ഈവൻ ദോ അവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള വളരെ റൂട്ടഡ് ആയിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും ആ ഡ്രസ്സിങ്ങിലേക്കാണ് എക്സ്പെഷ്യലി നമ്മുടെ ശ്രദ്ധയും നമ്മുടെ മനസ്സ് വിഷ്വലി എന്താണോ നമ്മുടെ മുമ്പിൽ പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്നത് അതിലേക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പറയുന്ന വാക്കുകളൊക്കെ രണ്ടാമത്തെ കേസിലാണ്. അതായത് അതൊരു ഡിസ്ട്രാക്ഷനാണ്, ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്, ഫോക്കസ് കിട്ടുകയില്ല. എന്നാൽ ആ സമയത്ത് ഇപ്പം നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഡ്രസ്സിങ് വ്യത്യാസമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഓരോ ബിസിനസ്സും ഓരോ രീതിയിലാണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ MD അല്ലെങ്കിൽ CEO പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ ഒരു സർട്ടൻ ലെവൽ ഓഫ് ഡ്രസ്സ്, അതിപ്പോൾ ഒരു ആസ്തറ്റിക്സ് ക്വൈറ്റ് ലക്ഷറി സ്റ്റൈലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫേസ് വാല്യൂയിൽ എടുക്കാനുള്ള ചാൻസസ് ആർ ഹയർ. ഇത് ഞാൻ പറയണത് മാത്രമല്ല, നിങ്ങൾക്ക് അനുഭവം തന്നെ ഉണ്ടാവും. ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പറയുന്ന കാര്യം അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊരു പുതിയ ക്ലയൻറ്റിനെ കാണുകയാണ്, ആ ക്ലയൻറ്റിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന രീതിയിൽ പെർട്ടിക്കുലറായിട്ട് ഡ്രസ്സ് ചെയ്യണം, പോലീസുകാരായിട്ടുള്ള ആൾക്കാർ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, ഡോക്ടേഴ്സും നഴ്സസ് ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് ആ ഒരു അറ്റയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് അവർ ഇടുന്ന സമയത്തും ഉണ്ടാവുന്ന ഫീലും മറ്റേ അറ്റയർ മെസ്സി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫീലും രണ്ടാണ്. നമ്മൾ ഡ്രസ്സ് എക്സീഡ് ചെയ്യുന്ന ഇമോഷൻസ് വളരെയധികം ഡിഫറെൻ്റ് ആണ്. ആ ഇമോഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യണത്, ഒരു പരിധി വരെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ റെസിപ്രോക്കേറ്റ് ചെയ്യണത്. നന്നായി ഡ്രസ്സ് ചെയ്തിട്ട് എന്ത് മണ്ടത്തരം പറഞ്ഞാലും എംപ്ലോയീസ് കേൾക്കും അല്ലെങ്കിൽ അവരനുസരിച്ച് നിൽക്കുമെന്നല്ല ഞാൻ പറയണത്. നമ്മുടെ കയ്യിൽ ഭയങ്കര പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ ഡ്രസ്സ് മൂലം നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ വില കുറഞ്ഞു പോകരുത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യല് നല്ലത്. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഹെൽപ്പ്. അതല്ലാതെ വേറൊരു സംഭവത്തിൻ്റെ ഹോർഡിങ് ആവണോ എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും ഈ ഡ്രസ്സെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ശ്രീനാഥിൻ്റെ ഒരു കൺസൾട്ടൻറ്റിനെ എടുത്തതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ എനർജിയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ക്യാരി ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. മറ്റുള്ളവരും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ കുറച്ചുകൂടെ അപ്രോച്ചബിളായി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ ഫാഷൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? യെസ്, തീർച്ചയായും. ഫാഷൻ എന്ന് പറയുന്നത് മാത്രമല്ല, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനത്തിനും അതിനൊരു എനർജി, ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. കാരണം ഫാഷൻ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഫിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് അത് കാണുന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ പോസിബിളായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പോലീസ് യൂണിഫോമിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് ആ യൂണിഫോം ഇടുന്ന സമയത്ത് പുറത്തു നിന്ന് കാണുന്ന ആൾക്കാരുടെ ഉള്ളിലുണ്ടാവുന്ന, ഇപ്പോൾ പോലീസുകാരനാവണമെന്നില്ല. ഇപ്പോൾ മനു പോലീസല്ല, അപ്പോൾ മനുവിനെ പെട്ടെന്നൊരു പോലീസ് യൂണിഫോം ഇട്ടിട്ട് പുറത്തിറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരാൾ കാണുമ്പോൾ പുറത്തിറക്കി വിടണ്ട, ജനറലി തന്നെ ഒരാൾ പെട്ടെന്ന് മനുവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന
ഉള്ളിലുണ്ടാവുന്ന സൈക്കോളജിക്കൽ എഫക്റ്റും മനു നോർമലായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ എഫക്റ്റും വ്യത്യാസമുണ്ട്. അത് അവർ മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ട് ചെയ്യണതല്ല, അത് ഈ സോഷ്യൽ സിറ്റുവേഷൻസ് ഫോം ചെയ്തിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോകണം, അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇന്ന രീതിയിലേക്ക് പോകണം, വിധവകൾ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, കല്യാണത്തിന് ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. സ്വാഭാവികമായിട്ട് ഈ ഒരു സോഷ്യൽ നോംസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പോണ പോലെ കോളേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാർ ചോദിക്കുന്നത് എന്താ പോലെ കല്യാണത്തിന് പോവാണോ. അപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷൻ സ്വാഭാവികമായിട്ട്, ഇമോഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, സ്വാഭാവികമായിട്ട് നമ്മുടെ ഡ്രസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് എക്സ്പെഷ്യലി ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇന്നൊരു എനർജി എക്സ്യൂഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ യോഗയും സ്പിരിച്വാലിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പറയാം, ഒരാളുടെ ക്യാരക്ടറിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആളുടെ പേര് മാറ്റണം, അവരുടെ ഐഡൻറ്റിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ന് പറയും. ഈ പേര് മാറ്റണ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഇവരുടെ ഡ്രസ്സിങ് മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വളരെ മെസ്സി ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ലേസി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻസ് ആ രീതിയിലായിരിക്കും. കാരണം ഒരു 10-30 വർഷം അല്ലെങ്കിൽ 25 വർഷം ജീവിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റൈലിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ വേയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൈൻഡ് ഓഫ് എനർജി എക്സ്യൂഡ് ചെയ്യും, നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രൂവൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് ചെയ്ത് പരിചയമുള്ളവർക്കും നമുക്ക് ഇടുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഒന്ന് എക്സിക്യൂട്ടീവ് ലെവലിൽ അല്ലെങ്കിൽ നൈസായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ സെയിം ആൾക്കാരെ തന്നെ വളരെ ഡീഗ്രേഡഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ലെവലും വരാറുണ്ട്. അത് വളരെ കോമണാണ്. അപ്പോൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്, ഫാഷൻ എന്ന് പറയുന്നതും എപ്പോഴും ആർട്ട് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഒരു എനർജി കമ്മ്യൂണിക്കേഷനാണ്. വിത്തൗട്ട് ദാറ്റ് ഒന്നും പോസിബിൾ അല്ല. എവറിത്തിങ് ഈസ് എനർജി, ഒന്നും പോസിബിൾ അല്ല. എനിക്ക് കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ബോഡിയുടെ ഈ ഡിവിഷൻസ് ഒഴിവാക്കണം എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ DQൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഡീകോഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിവിഷൻസ് ആണ്. അപ്പം നമ്മളെപ്പോഴും ഈ ഡിവിഷൻസ് ഇല്ലാതിരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഡിവിഷൻസ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഡിവിഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റൈലിങ്ങിലാണെങ്കിലും ഫാഷനിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഉണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള 2 അപ്രോച്ചാണ്. നമ്മൾ എന്ത് പറയും, മിനിമലിസ്റ്റിക് വേ ഓഫ് സ്റ്റൈലിങ്ങും മാക്സിമലിസ്റ്റിക് വേ ഓഫ് സ്റ്റൈലിങ്ങും. നമ്മൾ ഒരുപാട് ഡിവിഷൻസ്, ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഞാനൊന്ന് ഇടപെടട്ടെ, ഈ ഡിവിഷൻസ് എന്താണെന്നും കൂടെ ഒന്ന്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് നമ്മളെ എംഫസിസ് പോകുന്നതാണ്. അതായത് കളർ ഡിവിഷൻ ആയിരിക്കാം, നമ്മുടെ ആക്സസറീസ്, അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഷർട്ട് ഒരു കളർ, പാൻറ് വേറൊരു കളർ, ഷൂ വേറൊരു, ഷൂവിന് വേറൊരു കളർ, അപ്പോൾ 3 ഡിവിഷൻസ് ആണ്. എക്സാക്ട്. ഇപ്പോൾ വൈറ്റ് ഷർട്ട് ഇട്ടു, ബ്ലാക്ക് പാൻറ് ഇട്ടു, ഒരു വൈറ്റ് തന്നെ ഷൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഡിവിഷനും ഉണ്ട്, വെർട്ടിക്കൽ ഡിവിഷനും ഉണ്ട്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ ബേസിസിൽ ഡിവിഷൻ വരാം, വെർട്ടിക്കലും ഹൊറിസോണ്ടലും നമുക്ക് ഡിവിഷൻ വരാം. അപ്പോൾ ഇങ്ങനെ ഡിവിഷൻസ് വരുന്ന സമയത്ത് എന്താ, കംപ്ലീറ്റ് ഫോക്കസ് അല്ലെങ്കിൽ എംഫസിസ് സ്കേറ്റർ ആയി പോവാണ്. അപ്പോൾ ഒരു മാക്സിമം ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവിഷൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം, ഒരുപാട് ആക്സസറീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പക്ഷെ അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ അത് ക്യൂറേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ലുക്കിനേക്കാളും ഭയങ്കര ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു തീമിലേക്ക് അത് മാറും. പക്ഷെ മിക്ക ഓൺട്രപ്രണേഴ്സിനും വേണ്ടത് എന്താ, ഒരു ഷാർപ്പായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും സമയമില്ല. ഷാർപ്പ് ക്ലാസി ആയിട്ടുള്ള ക്വൈറ്റ് ലക്ഷറി ആയിട്ടുള്ള ലുക്കാണ് ഒരു പ്രായം കഴിഞ്ഞ മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ കുറേ ഡയലോഗ് അടിച്ചു. ഈ ഡയലോഗ് അടിച്ച് കഴിഞ്ഞിട്ട് ഇത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മനുവിന് അത് വാക്കുകൾ കൊണ്ട് ഞാൻ തൃപ്തനാക്കി. പക്ഷെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മിററിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് മനുവിന് ആ ഫീല് വരണമെന്നുണ്ടെങ്കിൽ എന്താ, കാഴ്ചയിലൂടെ ആ സംഭവം വേണം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെട്ടെന്നൊരു മാറ്റം തോന്നിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഡിവിഷൻസ് മിനിമം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1-2 കളേഴ്സിലേക്ക് വെച്ചിട്ട് മൊത്തം മറ്റീരിയൽസിനെയും ആക്സസറീസിനെയും 1-2 കളേഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് എംഫസിസ് കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ അപ്പർ ബോഡിയിലേക്ക്. നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്നത് അപ്പർ ബോഡിയിലേക്ക്. അപ്പോൾ അപ്പർ ബോഡിയിലേക്ക് എംഫസിസ് കൊണ്ടുവന്നിട്ട് ബാക്കി എല്ലാ കമ്പോണൻസിനും നമ്മളൊരു സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്കും കുറച്ചുകൂടി
ലെജിബിളായിട്ട് തോന്നും, നമുക്ക് ഷാർപ്നെസ് കിട്ടുകയും ചെയ്യും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. ഇതിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയറിങ്ങിലാണ്. അപ്പോൾ പെയറിങ്ങിൽ നമ്മളോട് പറയുന്നതാണ് നിങ്ങളുടെ ലോവർ സിസ്റ്റം എപ്പോഴും ഓപ്പൺ ആയിരിക്കണം എന്നൊരു ടൈം പറയാറുണ്ട്. അത് നമ്മൾ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്താൽ അത് കിട്ടത്തില്ല. പക്ഷേ അത് ചെയ്തപ്പോൾ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നത്. അതായത് നമ്മുടെ ലോവർ ബോഡി അതിൻ്റെ ആ ഒരു പെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും ഓപ്പണായിട്ട് തന്നെയാണോ വേണ്ടത്? അതിനകത്ത് ഡിവിഷൻസ് ഇല്ലാതെയാണോ വേണ്ടത്? അതെന്താണ് എന്നൊന്ന് പറയാമോ? അതും ജനറലി നമുക്ക് ഇങ്ങനെ വേണമെന്നൊരു റൂളോ നോമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മിററിൽ നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കുറച്ച് ചേഞ്ചസ് ആണ് അതൊക്കെ. ബോഡിയുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് അപ്പർ ബോഡിയുടെ ഫിറ്റും ലോവർ ബോഡിയുടെ ഫിറ്റും വ്യത്യാസമാക്കുക. പിന്നെ നമ്മളിതൊക്കെ പറയുന്ന സമയത്ത് ആർട്ടിലും എസ്തെറ്റിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നൊരു സംഭവമാണ് റൂൾ ഓഫ് തേർഡ്. എല്ലാവർക്കും അറിയണതാണ്. എപ്പോഴും പറയും അപ്പർ ബോഡി നമുക്ക് 1/3 ആയിട്ടും ലോവർ ബോഡി നമുക്ക് 2/3 ആയിട്ടും കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഈ ലോവർ ബോഡി 2/3 ആക്കുക എന്ന് പറഞ്ഞാൽ ജെൻസിൻ്റെ കേസിൽ മിക്ക ആൾക്കാർക്ക് ഓണ്ടർപ്രണേഴ്സിന് അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വയറുള്ള സമയത്ത് പാൻസിൻ്റെ റേസ് ഒരു ലെവലിന് മുകളിലേക്ക് കയറ്റിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇരിക്കലും നിൽക്കലും ഭയങ്കര തീരെ കംഫർട്ട് ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപ്പർ ബോഡി ചെറുതായിട്ട് ലോവർ ബോഡിനെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ബ്ലാക്ക് കണ്ണിനൊരിക്കലും അപ്പർ ബോഡി ലോവർ ബോഡി ഒന്നുമില്ല. കണ്ണ് കളർ വെച്ചിട്ടാണ് അപ്പർ ബോഡി ലോവർ ബോഡി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെ, വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഷർട്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അത് അപ്പർ ബോഡി. ബ്ലാക്ക് പാൻറ്റാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പാൻറ്റ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അത് ലോവർ ബോഡി. ഷർട്ട് ടക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ ലെങ്ത്ത് ഏതുവരെ വരണോ അവിടെ നിന്നാണ് ലോവർ ബോഡി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷർട്ടിൻ്റെ അതേ കളറിൽ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി, വീണ്ടും അത് ഡിവിഷനായി. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ലോവർ ബോഡിയുടെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ, ഷൂസും സോക്സും നമ്മുടെ ട്രൗസേഴ്സിൻ്റെ അതേ ഷെയ്ഡിൽ കീപ്പ് ചെയ്യുക. ലോവർ സിസ്റ്റം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കാലിൻ്റെ ആ ഷൂ എവിടെയാണോ അവിടെ നിൽക്കുന്ന ഹൈറ്റ് നമുക്ക് ടോ വരെ എക്സ്റ്റെൻഡ് ആയി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഇടയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് എന്ത്, താഴെ നിന്ന് ഫോട്ടോ എടുക്കണം ഹൈറ്റായി തോന്നണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ റാമ്പ് വാക്സിൽ നോക്കിയാലും മോഡൽസിനൊരു ഫിഗർ ഉണ്ട്, ഇത്ര ഹൈറ്റ് വേണം. അപ്പോൾ ടോളായിട്ടുള്ള ഫിഗറിൻ്റെ മുകളിൽ നമ്മുടെ ഡ്രസ്സ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പ്രൊപ്പോർഷൻ ബാലൻസ് ചെയ്യാൻ എളുപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടും ബാലൻസ് ഇല്ലാത്ത പോലും തോന്നും. അപ്പോൾ ഈ താഴത്തെ 2/3 പോർഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും എന്ത് പറയണത്, ലോവർ സിസ്റ്റം ഓപ്പൺ ആക്കി വെക്കണം എന്ന് പറയുന്നത്. അതല്ലാതെയും ചെയ്യാനുള്ള ഒരുപാട് സ്റ്റൈലിംഗ് മെത്തേഡ്സ് പോസിബിൾ ആണ്. പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അതായത് ലോവർ സിസ്റ്റം ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പാൻസ് ഇടുകയാണെങ്കിൽ ആ സെയിം കളർ തന്നെ നമ്മൾ ഇടുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു എലോങ്ങേറ്റഡ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു ബ്ലാക്ക് പാൻ്റ് ആണെങ്കിൽ ഒരു ഒരു ബ്രൗൺ ഷൂ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിവിഷൻ വന്നു അല്ലേ. അപ്പം കുറച്ചുകൂടി നമ്മൾ ഗ്രൗണ്ടഡ് ആക്കുക എന്ന് പറയും. അതായത് ബ്ലാക്ക് പാൻറ് ഇട്ടു റെഡ് ഷൂ അല്ലെങ്കിൽ ബ്രൗൺ ഷൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷൂവിൻ്റെ ആ പൊസിഷനിൽ നിന്ന് ആ ബ്ലാക്ക് പാൻറ് വരെയുള്ള ആ സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് തരിക. ഈ ഫ്ലോട്ടിംഗ് എഫക്റ്റ് നമ്മൾ മാറ്റിയിട്ട് ഈ പാൻസിനെ നമ്മുടെ ലോവർ ബോഡിനെ ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറയും. ഗ്രൗണ്ട് ചെയ്യുന്ന അതേ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, ലോവർ സിസ്റ്റം ഓപ്പൺ ആക്കുക എന്ന് പറയുന്നത്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പാൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതേ കളറുള്ള ഒരു സോക്സും അതേ കളറുള്ള പാൻറ്റും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ക്ലാസി ലുക്ക് വരാനുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു മോണോക്രോമാറ്റിക് ലുക്ക് അല്ലേ. അതായത് ഒരു ഏതെങ്കിലും 2 കളർ മാത്രം യൂസ് ചെയ്യുക അല്ലേ. അതല്ലേ എനിക്ക് ലിമിറ്റഡ് ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമതൊരു കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 കളറാണ് നിങ്ങൾ സേഫ് പ്ലേ അതാണ് മെയിൻ ആയിട്ടുള്ള. അപ്പോൾ അതാണ് ശരിക്കും എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായത്. ആ ഒരു പെട്ടെന്നൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കേൾക്കുന്നവർ ചിലപ്പോൾ വളരെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇനി ഇത്രയൊക്കെ ഡ്രസ്സിനെ കുറിച്ച് ചിന്തിക്കണ്ടോ എന്ന് ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും. പക്ഷേ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് മുമ്പ് പറഞ്ഞത് ഈ ഡ്രസ്സ് തരുന്ന ഒരു എനർജി നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കറക്റ്റ് പെയറിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടും. അത് വലിയ ബ്രാൻഡിൻ്റെ അല്ല, പക്ഷേ അത് ചിലപ്പം നമുക്കിപ്പോൾ അത് ഭയങ്കര ഫ്ലാഷി ആക്കണമെന്നും ആയിരിക്കത്തില്ല ആഗ്രഹം. പക്ഷേ ഒരു ക്ലാസി ഒരു സോഫ്റ്റ് ലുക്ക് നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത് ബോഡിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത്ലറ്റിക് ഫിഗറായിട്ട് വരും. അതെപ്പോഴും നമ്മൾ ഈ ട്രയൽ റൂമിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ വയറിന് ഇത്രയും പ്രൊജക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്ലയൻറ്റ് ഒരു റിക്രൂട്ട്മെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ക്ലയൻറ്റിനോട് ഒരിക്കലും പറയാൻ പറ്റില്ല ബോഡി ജിമ്മിൽ പോയി 6 പാക്ക് ആക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഞാൻ ഈ ലെവലിലേക്ക് ആക്കി തരാം. അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഇതൊരു എഫേർട്ട് ആവശ്യമുള്ള ജോലി ആയതുകൊണ്ടാണ് മിക്ക ആൾക്കാരും വാർഡ്രോബ് കൺസൾട്ടന്റ് ആവാത്തത്. സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സെലിബ്രിറ്റീസിന് ഷോ ആൾ കുത്തി കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സൂട്ട് ഇടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആയി. പക്ഷെ റിയൽ ലൈഫായിട്ടുള്ള ക്ലയൻറ്റ് വരുമ്പോൾ അവരുടെ ബോഡി വ്യത്യാസമാണ്, അവർക്ക് ആവശ്യമുണ്ട്. ബോഡി വയറ് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഭംഗിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഇപ്പം മനുവിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മനു എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് നോട്ടീസ്, ഇപ്പം നമ്മുടെ അടുത്തേക്ക് ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് മനുവിൻ്റെ അപ്പർ ബോഡി ലോവർ ബോഡി തമ്മിലുള്ള ഹൊറിസോണ്ടലിയുള്ള പ്രൊപ്പോർഷനുള്ള വ്യത്യാസമായിരുന്നു. മനു ആ സമയത്ത് റെഡിമെയ്ഡ് ആയിട്ട് നിൽക്കുന്ന മിക്ക പാൻറ്റുകളും എന്തായിരുന്നു, സ്ലിം ഫിറ്റ് ആയിട്ടുള്ള പാൻസിൻ്റെ ഒപ്പം പെയർ ചെയ്തായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പർ ബോഡി കുറച്ച് ബ്രോഡർ ആവുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ട്രൗസേഴ്സ് കൂടി ഭയങ്കര സ്ലിം ഫിറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്കൊരു ഇൻവേർട്ടഡ് കോൺ ഷേപ്പ് കിട്ടും. അതൊരിക്കലും ആസ്തെറ്റിക്കലി അപ്പീലിംഗ് അല്ല. അപ്പം മനുവിൻ്റെ ആ ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷന് നമുക്ക് ഏറ്റവും ബെസ്റ്റായി ചെയ്യാൻ പറ്റുന്നത് അപ്പർ ബോഡിയും ലോവർ ബോഡിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ വേസ് ഉള്ള പ്രൊപ്പോർഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് തന്നെ വ്യത്യാസം വന്നായിരുന്നു. അപ്പോൾ മനുവിന് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല, ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് റെഡിമെയ്ഡ്സാണ് നമ്മൾ ചെയ്തത്. ആ റെഡിമെയ്ഡ്സ് പോയി എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇടിപ്പിച്ചിട്ട് മനുവിന് ഉടനെ തന്നെ കാണിച്ചു തന്നു. മനു ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന പാൻസ് പെട്ടെന്നൊരു ലൂസായിട്ടുള്ള ഈ ഭാഗത്തേക്ക് കുറച്ച് സ്ട്രൈറ്റ് ഫിറ്റ്, റിലാക്സ്ഡ് സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തേക്ക് കുറച്ച് വോളിയം ആഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇത് നമ്മൾ അന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പെയർ ചെയ്യുമ്പോൾ ഒലീവ് ഗ്രീൻ ആയിട്ടുള്ള ട്രൗസേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഒലീവ് ഗ്രീൻ ആയിട്ടുള്ള ഷൂസ് തന്നെ പെയർ ചെയ്ത സമയത്ത് സ്പോട്ടിൽ ഇപ്പോൾ നമുക്ക് ക്ലയൻസിന് നമ്മളോട് പറയാം നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് വാക്കുകൊണ്ട് പറയണതും അവരുടെ എക്സ്പ്രഷൻ വൈസ് നമുക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ തന്നെ മിററിൽ നോക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ട് എന്ന് കാണിക്കുന്ന സമയത്ത് അവർക്കുള്ളിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ഒരുപാടൊരു കാര്യം ചെയ്യുന്നില്ല, ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ കാണണം മാറ്റം ഉണ്ടല്ലോ എന്ന് തോന്നുന്ന സമയത്ത് അവരുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ അത് വളരെ വാല്യൂബിളാണ്. എക്സ്പെഷ്യലി പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഉള്ള കോംപ്ലിമെൻറ്റ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, വളരെ എഫക്റ്റീവ് ആണ്, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് പഠിച്ചു എന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് പഠിച്ചു, കാരണം മനു ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ ഞാനും മനു കോഴ്സ് നമ്മൾ വാർഡ്രോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സായിട്ടാണ് മനു എടുത്തതല്ലേ. ആ കോഴ്സ് എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന കേസല്ല, കാരണം ഞാൻ ഡയറക്റ്റ്ലി എടുക്കുന്ന കോഴ്സ്. ആ സമയത്ത് അത്രയും എഫക്റ്റീവായിട്ട് എനിക്കിത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ അത് എടുത്തിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ എൻ്റെയും ടൈം പോവാണ് അവരുടെയും ടൈം പോവാണ്. കാരണം ഇതിൽ നമ്മൾ റോക്കറ്റ് സയൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും എന്താ മനോട് പറഞ്ഞിരുന്നു, മനു ഡ്രസ്സ് ചെയ്യാൻ നോർമലായിട്ട് സെൽഫി ക്ലിക്ക് ചെയ്യുക, ഫുൾ സൈസ് എനിക്ക് സെൻഡ് ചെയ്യുക, നമ്മളതിനെ ഡീകോഡ് ചെയ്യും. മനുവിൻ്റെ പിക്ചറിനെ തന്നെ മനു ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രോസസ്സിൽ മനു മനസ്സിലാക്കുന്ന പറഞ്ഞു. എക്സാക്ട്ലി. അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇന്ന ഡ്രസ്സ് ഇടുമെന്നല്ല പറയുന്നത്, പക്ഷേ എന്നെ ആ സിസ്റ്റം പഠിപ്പിച്ചു. അതായത് ഞാൻ ഇപ്പം കൈൻഡ് ഓഫ് അതിനകത്ത് എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന ശരിയാവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതാണ് വേണ്ടത് അല്ലേ, അതാണ് വേണ്ടത്. മിക്ക ആൾക്കാരും എന്ത് ചെയ്യുക, ഇപ്പോൾ ശ്രീനാഥിൻ്റെ അടുത്തൊരു സർവീസ് എടുക്കാൻ വേണ്ടി മനു വന്നു, കാലാകാലം എൻ്റെ അടുത്ത് തന്നെ സർവീസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാ. കാരണം അതിൻ്റെ അർത്ഥം ബിസിനസ് അറിയില്ല എന്നല്ല, ഒരാൾ വരുന്ന സമയത്ത് ആളുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ തന്നെ എക്യൂപ്പ് ആക്കുക. പിന്നീട് കാരണം ഹീസ് നോട്ട് ഗോണ ഡു, മനു ഒരിക്കലും ഒരു ഫാഷൻ്റെ ബിസിനസ് തുടങ്ങാനല്ല പോണത്. അപ്പൊ മനുവിന് പ്രോപ്പർ ആയിട്ടുള്ള എത്രത്തോണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണോ അത്രത്തോണ്ട് എനിക്ക് ബെറ്റർ ആണ്. കാരണം ഞാനാണ് ആ റിസീവിങ്ങിൻ്റെ ആ റെസ്പെക്റ്റ് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ മനു ഡ്രസ്സ് എടുക്കാൻ ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള അപ്രോച്ചും പിന്നീട് ഈ റിസൾട്ട് കിട്ടിയതിന് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്രോച്ച് രണ്ട് രീതിയിലാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഇനീഷ്യലി സെയിൽസ്മാൻ്റെ പോലെ ട്രീറ്റ് ചെയ്തിരുന്ന ആൾക്കാർ പിന്നീട് ആ റെസ്പെക്റ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാരുടെ ആവശ്യങ്ങൾ എപ്പോഴും നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കണം. ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ സർവീസസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വീണ്ടും നമ്മളേനെ വരണം, കാണാൻ തന്നെ വരണം എന്നുള്ള രീതിയിൽ നമ്മൾ പിടിച്ച് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഒരിക്കലും കിട്ടും. തീർച്ചയായിട്ടും അതായത് നമ്മുടെ നോളജ് ഷെയറിംഗ് ആണ്. അപ്പം നമ്മളൊരാൾക്ക് എന്താണോ വേണ്ടത് അത് അങ്ങനെ തന്നെ അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് ശരിക്കും പറഞ്ഞു, അവരെ എക്യൂപ്പ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പിന്നീട് അവർക്ക് മനസ്സിലാവുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ഈ കോഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത് നിങ്ങളുടെ ബോഡിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിലുള്ള സാധനത്തിൻ്റെ പ്രശ്നമല്ല, ബോഡി മനസ്സിലാക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. ഏതൊരു ബോഡി ഷേപ്പ് ആണെങ്കിൽ ഇപ്പം നമ്മൾ നാളെ തടി കുറയാം, തടി വെക്കാം, കളർ പോവാം, കളർ വരാം, ഒക്കെ ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ബോഡി പ്രൊപ്പോർഷനും ഇപ്പോഴത്തെ ഒരു കോംപ്ലക്ഷനും മാത്രം വെച്ചിട്ട് ഞാനൊരു സ്റ്റൈൽ ചെയ്തിട്ട് മനുവിന് പഠിപ്പിച്ചു തരാണ്. ഞാൻ ഫോർമാറ്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുവിന് ആ രീതിയിൽ മാത്രമേ ഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലൂസിൽ പാൻറ് ഇടണം, ഈ രീതിയിൽ സിസ്റ്റം ഓപ്പൺ ആക്കണമെന്ന് പറയണമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് പിന്നീട് മനു തടി വെച്ചാൽ തടി കുറഞ്ഞാൽ എന്ത് ക്ലൈമാറ്റിക് സിറ്റുവേഷൻ വന്നാലും മനുവിന് അതിനനുസരിച്ച് പെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബേസിക്
എന്താണ് ആ ഫ്രെയിമിംഗ് എന്താണ് എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ പഠിക്കുകയാണ്. കാരണം ഇതിൽ ഈ ഒരു വാർഡ്രോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് നമുക്ക് സിലബസ് ഒന്നുമില്ല. ഇൻഡിവിജ്വലിനനുസരിച്ചാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ഫോർമാറ്റ് അനുസരിച്ച് ഞാൻ ഒരിക്കലും മനുവിന് ഒരു ഫോർമാറ്റോ ലേഔട്ടോ ഒന്നും സെൻഡ് ചെയ്ത് തന്നിട്ടില്ല. നമുക്കൊക്കെ സംസാരങ്ങളും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിപാടികളും മാത്രമാണ്. അതിലൂടെ ഡെവലപ്പ് ആയിട്ട് പിന്നീട് ആ ക്ലയന്റ് തിരിച്ചു വന്നിട്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് തീർച്ചയായിട്ടും ആ ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണ്. വളരെയധികം. അപ്പം ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനിങ്ങനെ കൺസൾട്ടേഷൻ എടുത്തപ്പം ഞാൻ ഈ കൺസൾട്ടിങ് ഫീൽഡിലുള്ളത് കൊണ്ട് അപ്പോൾ പലരും എന്നോട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യം എന്നോട് അതിന് മുമ്പ് ചോദിക്കാറുണ്ട്. ഞാൻ ഒരുവിധം ഇങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ മനു പോയി പഠിച്ചോ, അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം പഠിച്ചപ്പോൾ ഒക്കെ ഇതാണ് ഞാനിങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആൾക്കാരോട് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ എൻ്റെ സ്റ്റൈലിംഗ് അല്ല നിങ്ങളുടെ സ്റ്റൈലിംഗ്, അത് നിങ്ങൾ ശ്രീനാഥിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യമാണ്, മനുവിനെ നമ്മൾ എപ്പോഴും എക്യൂപ്പ് ചെയ്യണത് മനുവിന്റെ ബോഡി പ്രൊപ്പോർഷൻ മനുവിന്റെ ഏരിയ ഓഫ് വർക്ക് അനുസരിച്ച് സ്റ്റൈൽ ചെയ്യാനാണ്. മനുവിന്റെ അതേ കളർ അതേ ബോഡി പ്രൊപ്പോർഷനിലുള്ള ആൾ വേറെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനുവിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ മനു പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് ഒരിക്കലും വർക്കൗട്ട് ആവണമെന്ന് നിർബന്ധമില്ല. അത് ഒരു തമാശ പറയാം. ഞാനിങ്ങനെ ഈ എൻ്റെ സ്റ്റൈൽ ചിലരെന്നോട് ചോദിക്കും. അപ്പോൾ ഈ മാറ്റം വന്നപ്പോൾ പലരും ചോദിച്ചു. അപ്പോൾ ചിലരിങ്ങനെ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അപ്പം ഇതിങ്ങനെയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, അപ്പോൾ ഒരു വൈറ്റ് പാൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറയും വൈറ്റ് ആയിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിതിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിന് ശേഷം കുറച്ച് യാത്രയൊക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോയി ഇയാളെ പിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാനൊന്ന് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാനൊരു പച്ച ഷർട്ടും ഒരു വൈറ്റ് പാൻറ്റും ഒരു വൈറ്റ് ഷൂ ഞാൻ ചൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അതല്ല അപ്പോൾ ബ്ലാക്ക് ഷർട്ട് ഇടുക, അതാണ് അതിന് കറക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ഹോട്ടലിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ സുഹൃത്ത് അതേ പാറ്റേണിൽ വൈറ്റ് ഷർട്ട് ബ്ലാക്ക് ഷർട്ട് വൈറ്റ് പാൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്ത് പരിപാടിയാണ്? അപ്പോൾ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞു ഇതാ മാച്ചിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ നിർത്തി. അപ്പോൾ പറയുന്ന സമയത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും ഓരോ വ്യക്തിക്കും അനുസരിച്ചുള്ള ടൈലർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം അവരുടെ ബോഡി പ്രൊപ്പോർഷൻ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാരണം കളറും ചിലപ്പോൾ വയറും ഒരേപോലെ ചാടിയിട്ടുണ്ടാവും, പക്ഷെ ഫേസിന്റെ ഷേപ്പ്, ബോഡിയുടെ വെർട്ടിക്കൽ പ്രൊപ്പോർഷൻ, ഹൊറിസോണ്ടൽ പ്രൊപ്പോർഷൻ ഒക്കെ വ്യത്യാസമായിരിക്കും. ഇനി അത് മാത്രമല്ല അവരുടെ പ്രൊഫഷൻ മനു ചെയ്യുന്ന പോലെ വേറൊരാൾ ചെയ്തിട്ട് അവർക്ക് ആ ഒരു പ്രൊഫഷനിൽ എക്സൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു നിർബന്ധവും. കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് എന്നോട് ചോദിക്കണ്ട, ഡയറക്ടർ ശ്രീനാഥിനെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അല്ലേ ഞാൻ പറയണം നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് കാര്യം, ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമ്മളെ കണ്ടുപോകാൻ കുറച്ച് ഐഡിയകൾ എടുക്കാം, അങ്ങനെ വന്നിട്ട് ഒരു ഉപയോഗമില്ല. നമുക്കൊരു ആവശ്യമുണ്ട്, ആവശ്യ സമയത്ത് മാത്രം. എങ്ങനെ ഇപ്പം നമ്മൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ജനറൽ ആയിട്ട് നമുക്ക് വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻ്റ് ആണ് എന്ത്, ഇവനും പറയുന്ന പോലെ എപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഇവൻ ആരെ ഇതൊക്കെ പറഞ്ഞു തരാം എന്നുള്ളൊരു കമൻറ്റ് വരും. അപ്പം നമ്മൾ ഒരിക്കലും വീഡിയോസിൽ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്യാനല്ല നമ്മൾ പറയണത്. ഞാനിപ്പോഴും അതേപോലെ ഡ്രസ്സ് ചെയ്തിട്ടാണ് നടക്കുന്നത്, ഒരിക്കലും അല്ല. നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടൊരു ആവശ്യമുണ്ട്, ഒരു ക്ലയൻറ്റ് ഡീലിംഗ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഇന്ന രീതിയിൽ വേണം നമ്മളതിനെ അവർ കൺസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷനിൽ നമ്മളതിനെക്കുറിച്ച് ഇന്ന തോന്നൽ വരണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ഒരിക്കലും അറിയാതിരിക്കരുത്. നമുക്കൊരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതറിയാതെ നമ്മൾ എന്തോ ചെയ്ത് വെച്ചിട്ട് ഇന്നതാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു അസംഷനിൽ ഇരിക്കുന്നതിലും നല്ലത് അറിഞ്ഞിട്ട് ചെയ്യാം. വേണ്ടെങ്കിൽ ചെയ്യണ്ട. നോ ദ റൂൾസ് ടു ബ്രേക്ക് ദ റൂൾസ്. തീർച്ചയായിട്ടും. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു അതോറിറ്റി കാണിക്കണം. അതുപോലെ തന്നെ അയാൾ സ്റ്റാഫിൻ്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പൊസിഷനിങ് ഉണ്ടല്ലോ ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്കൊരു ഷാർപ്പർ ലുക്കാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷാർപ്പർ ലുക്ക്, എന്നാൽ ക്ലാസി ആയിരിക്കണം, ഒരു ക്ലോസ് ടു ഒരു ഫോർമൽ ഇതിലേക്ക് വരണം. എന്തായിരിക്കും ഒരു അഡ്വൈസ്? ഈ ഷാർപ്പ് ലുക്കും മെസ്സി ലുക്ക് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിനെയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഫോക്കസ് ആണ്, അല്ലെങ്കിൽ എംഫസിസ് ആണ്. ഷാർപ്പായിട്ടുള്ള ലുക്കിൽ എംഫസിസ് വളരെ മിനിമം ആയിട്ടുള്ള പോയിന്റ്സിലേക്കാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫേസ്, പിന്നെ നമ്മൾ എംഫസിസ് അലോക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്സസറീസ്. ഈ ഒരു 1-2 പൊസിഷനിലേക്ക് മാത്രമാണ് ശ്രദ്ധയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റൈലിങ്ങിന്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡ്രസ് പെയറിംഗ് മാത്രമല്ല, നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ആക്സസറീസും വളരെ ഇമ്പോർട്ടൻ്റ്. 100%. അപ്പോൾ ആ ഷാർപ്പായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്ന സമയത്ത് ആ ലുക്ക് ഉണ്ടാകും. ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ല ഷാർപ്പായിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ടാക്കാം, മെസ്സി ആയിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഷാർപ്പായിട്ടുള്ള ലുക്കിൽ
ഫോക്കസ് അല്ലെങ്കിൽ എംഫസിസ് കോൺസെൻട്രേറ്റഡ് ആണ് ഒന്ന് അല്ലെങ്കിൽ 2 പൊസിഷനിൽ. അതിലത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഫേസ് ആണ്, രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ആക്സസറീസ് ആണ്. മെസ്സി ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് എംഫസിസ് കംപ്ലീറ്റ്ലി സ്കേറ്റഡ് ആയിരിക്കും. ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ട് ഇട്ടു, ഒരു ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഷൂസ് ഇട്ടു, വളരെ ബാഗി ആയിട്ടുള്ള ഒരു പാൻസ് ഇട്ടു, ഹെയർ ഭയങ്കര മെസ്സി ആക്കി വെച്ചു. അങ്ങനെ നമുക്ക് ഹോളിഡേ ആണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് കംപ്ലീറ്റ്ലി എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ശ്രദ്ധ പോകുന്നുണ്ട്. ആ ലുക്കിന് മെസ്സി അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ലുക്ക് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഒരു ഹോളിഡേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട, നമ്മളൊരു ഫങ്കി ആയിട്ടുള്ള ഒരു കളറുള്ള ഒരു ഷൂ, ഒരു ക്യാൻവാസ് ഷൂ ഇടുന്നു, തീർച്ചയായും ഭയങ്കര ഫ്ലവർ അതായിട്ടുള്ള ഭയങ്കര പാറ്റേൺസ് ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ്ലി സ്കാറ്റേർഡ് ആയി പോകും അല്ലേ? അപ്പൊ ഒരിക്കലും ആ ലുക്കിന് ഷാർപ്പാക്കാൻ പറ്റില്ല. നമുക്ക് ലുക്കിനെ ഷാർപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫോക്കസിന് നമ്മൾ പറയും എംഫസിസിനെ അലോക്കേറ്റ് ചെയ്യാന്ന് പറയും. ഷാർപ്പായിട്ടുള്ള ലുക്കിൽ മെയിൻ ആയിട്ട് നമ്മൾ എംഫസിനെ അലോക്കേറ്റ് ചെയ്യാൻ എങ്ങനെയായിരിക്കും? ഫേസിന്റെ ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ ബാക്കി എല്ലാ പാർട്സിനും നമ്മൾ സപ്പോർട്ടിങ് ആയിട്ട് നിർത്തിയിട്ട് കംപ്ലീറ്റ് എംഫസിസ് നമ്മൾ ഫേസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതിനൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിഫോം ആയിട്ടുള്ള മെറ്റാലിക് ആയിട്ടുള്ള എലമെന്റ്സ്. ചില സമയത്ത് നമുക്ക് ആ ഫോക്കൽ പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇപ്പൊ ഫുൾ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ സിൽവറിന്റെ അല്ലെങ്കിൽ ഒരു ഗോൾഡിന്റെ എന്തെങ്കിലും ഒരു മെറ്റാലിക് എലമെന്റ് നമ്മൾ ഇവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോക്കൽ പോയിന്റിനെ പ്രോപ്പർ ആയിട്ട് കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഷാർപ്പ് ലുക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലെവല് താഴ്ത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ. അപ്പൊ ഷാർപ്പായിട്ടുള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എംഫസിസ്, മെസ്സി ആയിട്ടുള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എംഫസിസ് ഡിഫറെന്റ് പൊസിഷനിൽ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സിനെ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാനൊരു ഇവൻറ്റിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ശ്രീനാഥ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ടൈ ക്ലിപ്പ് ഇവിടെ ഫിക്സ് ചെയ്യാൻ, ഒരു ഗോൾഡൻ കളർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതുപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള ഗോൾഡൻ മെറ്റാലിക് ആയിട്ടുള്ള സ്പെക്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ റിങ്, വാച്ച്. അപ്പോൾ ഇതെല്ലാം ഒരേ യൂണിഫോം ആയിട്ടുള്ളത്. അപ്പം എനിക്കത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ ഞാൻ ശ്രീനാഥ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ക്ലിപ്പ് അത് ഫിക്സ് ചെയ്തു. പിന്നീട് ഞാൻ ഇവൻറ്റിന് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ രണ്ടും ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് നോക്കി, ക്ലിപ്പ് മാറ്റിയിട്ട് എടുത്ത് നോക്കി, ക്ലിപ്പ് വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഭയങ്കര വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ആക്സസറീസ് എങ്ങനെയാണ് നമ്മുടെ ഈ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫോർമുല? അതിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എത്ര വെൽ ഫിറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ നോക്കിയിട്ടുള്ള അറ്റയർ ഇട്ട് കഴിഞ്ഞാലും ലുക്കിനെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സസറൈസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അതായത് ലുക്കിനെ കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ സംഭവങ്ങളെ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മനുവിന് അന്ന് ചെയ്ത് കംപ്ലീറ്റ് ബ്ലാക്ക് മോണോക്രോമാറ്റിക് ആയിട്ട് ലുക്കായിരുന്നു. ഈവൻ ഷൂസും സോക്സും പാൻസും ഷർട്ടും ഒക്കെ ബ്ലാക്കാണ്. അപ്പോൾ അതിൽ ബ്ലാക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണം? മൊത്തം എല്ലാ കോണ്ടിയൂസിനും എല്ലാ ഏരിയനും നമ്മൾ ബ്ലർ ഔട്ട് ചെയ്യാണ്. മൊത്തത്തിൽ ഒരു കൺഫൈൻഡ് ആയിട്ട് ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺഫൈൻഡ് ആയിട്ട് ലുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താ ബോഡിയുടെ സിമ്മെട്രി നമ്മൾ ഒരിക്കലും ഡിഫൈൻ ചെയ്തിട്ടില്ല. ബോഡിനെ മൊത്തത്തിലൊന്ന് ചെറുതാക്കി, അപ്പോൾ ഈ വയറിന്റെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കും കാലിന്റെ സ്ലിം ആയിട്ടുള്ള ഏരിയയിലേക്കും ഒന്നും ശ്രദ്ധ പോവില്ല. പിന്നീട് നമ്മുടെ ആവശ്യമാണ് എന്ത്? ശ്രദ്ധ ഫേസിലോട്ട് വരണം, ബോഡിയുടെ സെന്റർ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സെന്റർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്? ആ മെറ്റാലിക് ആയിട്ടുള്ള ആക്സസറീസ് നമുക്ക് ഷർട്ടിന്റെ 1 or 2 ബട്ടൺ അഴിച്ചിട്ടിട്ട് സെക്കൻഡ് ബട്ടൻ്റെയും തേർഡ് ബട്ടൻ്റെയും ഇൻ ബിറ്റ്വീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോക്കൽ പോയിന്റ് കറക്റ്റ് എക്സാക്ട് ബൈലാറ്ററൽ സിമെട്രിയിലാണ് എന്ത് വരുന്നത്? ഫേസ് ആ ഒരു ബോഡിനെ ഡിസെക്ട് ചെയ്യുന്ന ആ പൊസിഷനിലാണ് നമ്മളത് പ്ലേസ് ചെയ്യണത്. അപ്പോൾ ഫോക്കൽ പോയിന്റ് കറക്റ്റായി. പിന്നെ യൂണിഫോം ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഗോൾഡൻ വെച്ചു, കയ്യിൽ സിൽവർ വെച്ചു, വേറെ മോതിരം കോപ്പർ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രെയിമുള്ളതും വെച്ച് കഴിഞ്ഞാൽ എന്തായി? മൊത്തത്തിൽ ശ്രദ്ധ എങ്ങോട്ട് പോകണമെന്നുള്ളത് ഇപ്പോൾ സിമ്മറ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പോലും കംപ്ലീറ്റ് മോണോക്രോമാറ്റിക് ആക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്താലും ശ്രദ്ധ സ്കേറ്റർ ആവും. നമ്മളിപ്പോൾ ഈ ആക്സസറീസിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരാളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അയാൾ യൂസ് ചെയ്യുന്ന സ്പെക്സ് അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ഒരു കൺസൾട്ടേഷൻ്റെ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഫ്രെയിമുള്ള ഇതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ശ്രീനാഥ് പറഞ്ഞു അതൊരു എന്താ പറയുക, ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാകും മനുവിൻ്റെ മുഖത്തിനെ, അത് ആ ഒരു റൗണ്ട് ഷേപ്പിനെ കൂടുതൽ അതിൽ പ്രൊജക്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് ചേഞ്ച് ചെയ്തത്. അപ്പോൾ എന്താണ് റിപ്പിൾ എഫക്റ്റ്, അതെങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത് എന്നൊന്ന് പറയാം. ഫേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മനുവിൻ്റെ ഫേസ് അത്യാവശ്യം സർക്കുലർ ആയിട്ടുള്ള ഫേസ് ആണ്. അപ്പോൾ മനു പണ്ട് ഉപയോഗിച്ചാറുണ്ട് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫ്രെയിമുള്ള സ്പെക്സ് ആണ്. അപ്പം നമ്മുടെ ഫേസ് ഓൾറെഡി റൗണ്ട് ആണ്, അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന കണ്ണട റൗണ്ട് ആണ്, നമ്മുടെ ഷർട്ടിൻ്റെ കോളർ സ്പ്രെഡ് ആയിട്ടാണ് നിൽക്കണം. അപ്പോൾ ഓൾറെഡി കർവ് ആയിട്ടുള്ള ഒരു ജോമെട്രിയിൽ വീണ്ടും നമ്മൾ കർവി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ജോമെട്രീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? റിപ്പിൾ എഫക്റ്റ് എന്ന് പറയും. ഒരു സർക്കിൾ ഓൾറെഡി സർക്കിളാണ്, അപ്പോൾ അതിൻ്റെ ഷാർപ്പായിട്ട് ലുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ സർക്കിളിൻ്റെ ചുറ്റോറം വീണ്ടും നമ്മൾ സർക്കിൾസ് വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സർക്കിളാണ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്ത ഒരു സംഭവം എന്തായിരുന്നു?
കട്ട് ഹെവി ആയിട്ടുള്ള കോളേഴ്സിന് പകരം നമ്മൾ സ്റ്റാൻഡിങ് ആയിട്ടുള്ള കോളേഴ്സ് വെച്ചിട്ട് അവിടെ ബട്ടൺ ഡൗൺ ആക്കി സ്പെക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറഞ്ഞിട്ട് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഗ്ലാസസ് ഉപയോഗിച്ചു. അപ്പോൾ ഫേസിന്റെ ഷേപ്പ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ കൺഫൈൻഡ് ആയി, അത് പുറത്തായിട്ട് ഇത് ചെയ്യുന്നില്ല, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് ലുക്ക് കിട്ടി. ഞാൻ അന്ന് ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ മനു ഒരുപാട് സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ മനു മാത്രം ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്ലാസി ലുക്ക്. അപ്പോൾ മനുവിന്റെ ലുക്ക് വാസ് സ്റ്റാൻഡിങ് ഔട്ട്. മനു അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിതെല്ലാം പറയുന്നത് കൊണ്ട് ചിലപ്പോൾ മനുവിന് പെട്ടെന്ന് കാണുന്ന എഫക്റ്റ് കിട്ടില്ല. എന്നാൽ വേറൊരാൾ പെട്ടെന്ന് മനുവിനെ കാണുന്ന സമയത്ത് ഇയാൾ കൊള്ളാലോ, ക്ലാസ് ആയിട്ടുള്ളൂ എന്നുള്ള ഫീൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അവിടെ വരും. എസ്പെഷ്യലി ഒരു ഇവന്റിൽ കാരണം നമ്മൾ സ്റ്റേജിലും ലൈം ലൈറ്റിലും നിൽക്കുമ്പോൾ അത്രയും ലൈറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ വെഡിങ് ക്ലയൻസിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കാണുന്ന ലുക്ക് വൈസ് മാത്രമല്ല, നിങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഒതറിറ്റീവ് ആയിട്ടുള്ള പൊസിഷനിലെ ആൾക്കാരെന്നെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യണത്. എപ്പോഴും നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് മാത്രം ഭംഗിയുണ്ടെന്ന് തോന്നിയാൽ പോരാ. എസ്പെഷ്യലി നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി നമ്മളോട് ഭംഗിയുണ്ടെന്ന് പറയാം. നമ്മുടെ ആ വർക്കുള്ള ആൾക്കാർ കണ്ടിട്ട് ആ എക്സ്പ്രഷൻ വെച്ച് ഇയാൾ കൊള്ളാലോ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വി ഫീൽ ഗുഡ്. ആ ഒരു ഫീൽ ഗുഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സ്റ്റൈൽ ചെയ്യുന്നത്. കാരണം ഫാഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലക്ഷറിയാണ്. ബേസിക് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും അതിന്റെ പിന്നാലെ പോകാൻ നോക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ സർവൈവൽ മാറ്റേഴ്സ്. ആ സർവൈവലിനെ കടന്നതിന് ശേഷം നെക്സ്റ്റ് പോയിന്റ് ആണ് ലക്ഷറി എന്ന് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ആസ്തെറ്റിക്സും ഭംഗിയും മാത്രമാണ്. അത് എന്തൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇപ്പോൾ ശ്രീനാഥിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണല്ലോ HSM അറ്റീലിയെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം അതിലേക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശ്രീനാഥ് വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് വരുന്നത്. അത്രയ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, എനിക്കറിയാം അത്. അപ്പോൾ ശരിക്കും എന്താണ് ഇത്രയും ഒരു വലിയ പ്രൊജക്റ്റിന് ഒരു കോൺഫിഡൻസ് എന്താണ് ഇതിൻ്റെ പിന്നിൽ, അതൊന്ന് പറയാമോ? HSM അറ്റീലി എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ പാർട്ണറായിട്ടുള്ള ഹിബിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. നമ്മൾ പഠിക്കുന്ന സമയം മുതലേ ചിന്തിച്ച് ഉണ്ടാക്കുന്ന സംഭവം. സാധാരണ ബുട്ടിക്കിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഈ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഫാബ്രിക്സോ സംഭവങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു പ്രീമിയം ഫാഷൻ ലോഞ്ച് സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന ക്ലയൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഇവരോടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം കംപ്ലീറ്റ് കൺസൾട്ടേഷൻ ബേസ്ഡ് ആണ്. ആ കൺസൾട്ടേഷനിൽ കൺക്ലൂഡ് ചെയ്യുന്ന മെറ്റീരിയൽസും സംഭവങ്ങളും സ്വാച്ചസും മാത്രമേ നമ്മൾ ഇവരെ കാണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അവിടെ ഇപ്പോൾ സ്റ്റാർബക്സിൻ്റെ പോലെ കോഫി പ്രോപ്പറായിട്ട് ഡൈൻ ചെയ്ത് സംസാരിച്ചൊരു പ്രോപ്പറായിട്ടൊരു ബോണ്ട്. ഇപ്പോൾ സാധാരണ നമുക്കൊരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 30 days അവരായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ ആ ബോണ്ട് പ്രോപ്പറായിട്ട് സ്ട്രോങ് ആക്കാൻ നമുക്കൊരു സ്പേസ്, ആ സ്പേസാണ് നമ്മുടെ HSM അറ്റീലി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശ്രീനാഥിൻ്റെ അടുത്ത് വരികയാണെന്ന് വിചാരിക്കുക, HSM അറ്റീലിയയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക, എന്താണ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കംപ്ലീറ്റ് വാർഡ്രോബ് സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ഇപ്പം നമുക്ക് ഒരിക്കലും വാക്കിൻസ് ഇല്ല, നമുക്ക് എപ്പോഴും എന്താ അപ്പോയിൻമെന്റ് ബേസ്ഡ് ആണ്. കാരണം അപ്പോയിൻമെന്റ് എടുക്കുന്നു, ആ സ്ലോട്ടിൽ ഇവിടുന്ന് കറക്റ്റ് കൺഫർമേഷൻ മെസ്സേജും കാര്യങ്ങളും വരും. അതിനനുസരിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഡയറക്റ്റായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ ഡിസൈനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് നമുക്ക് അപ്പോയിൻമെന്റ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെയും വന്ന് കാണാം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അനാലിസിസ് ആണ് ഫസ്റ്റ് നമ്മൾ നടത്തുക. കാര്യം അവർക്ക് എന്താണ് ആവശ്യം. മിക്ക ക്ലയൻസിനും ഉണ്ടാവും മനു, എനിക്ക് തടിയൊന്ന് കുറവായി തോന്നിക്കണം, അല്ലെങ്കിൽ എൻ്റെ ലുക്ക് പോരാ, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്, ഇപ്പൊ നമുക്ക് പവർ തോന്നണം, എഫക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് ആവണം. അപ്പൊ അവർക്ക് നമുക്ക് ടീഷർട്ട് വരെ ഇപ്പൊ നമ്മൾ പറയുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഷർട്ടും പാന്റും സൂട്ടും മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് വാർഡ്രോബ്, ഇപ്പൊ ജിമ്മിൽ പോകാനുള്ള അറ്റയർ, വെഡിങ്ങിന് പോകാനുള്ള ഡേ ടു ഡേ ലൈഫിലെ ഐഡിയകൾ. ഇപ്പൊ ഞാൻ മിക്ക വീഡിയോസിൽ ഇടുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ തന്നെ ഡാനിയൻസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് എഫേർട്ട്ലെസ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ്. മിക്ക ആൾക്കാർക്കും പെട്ടെന്ന് കുറെ അയൺ ചെയ്തിട്ടും കാര്യങ്ങളും ചെയ്തിട്ട് ഒരുപാട് ലെയർ ചെയ്തിട്ടൊന്നും ഡ്രസ് ചെയ്ത് പോകാൻ താല്പര്യമില്ല. അപ്പോൾ പെട്ടെന്നൊന്ന് വെയർ ചെയ്തിട്ട് എന്തെങ്കിലും ട്രൗസേഴ്സിൻ്റെ ഒപ്പം ഫോർമലായിട്ടും കാഷ്വലായിട്ടും പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് പോകാനും അത് കഴിഞ്ഞിട്ട് ലിഷർ ടൈം എൻജോയ് ചെയ്യാനും പാർട്ടിക്ക് പോകാനുള്ള കംപ്ലീറ്റ് അറ്റയേഴ്സ്, കംപ്ലീറ്റ് സൊല്യൂഷൻ വിത്ത് നോളേജ് നമ്മൾ കൊടുക്കും. വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ഫാബ്രിക് കാണിച്ചു കൊടുത്തത് ഈ ഫാബ്രിക്കിൽ നമുക്ക് ഈ ഷർട്ട് ചെയ്യാം, അങ്ങനെയല്ല. ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന പ്രശ്നങ്ങൾ ഞാൻ എപ്പോഴും ക്ലയന്റിനോട് സംസാരിക്കുന്ന സമയത്ത് ഓപ്പൺ ആയി പറയും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും, വിഷമിക്കരുത്, ബോഡി ഷെയിം ചെയ്യുന്നല്ലാന്ന് പറയും. അത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന മെറ്റീരിയലിൽ തന്നെ ചെയ്യണം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അതിൽ ടെക്സ്ചർ വേണമെന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇത്ര വലിയ പ്രിന്റ് വേണ്ട എന്ന് പറയുന്നു, അവർക്ക് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യം ചെയ്യുള്ളൂ. അപ്പം പിന്നീട് അവർക്ക് ഇപ്പം എൻ്റെ അടുത്തല്ല പുറത്ത് പോയി ചെയ്യുകയാണെങ്കിൽ പോലും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ കാണിക്കാൻ പറ്റുന്ന
ഒരു സ്പേസാണ് HSM Atelier എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ എക്യൂപ്പ് ചെയ്ത് കൊടുക്കും കംപ്ലീറ്റ്. equip ചെയ്ത് അതായത് പിന്നീട് അയാൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ഡ്രസ്സാണ് അയാൾ ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ മെറ്റീരിയലാണ്, ഏത് തരത്തിലുള്ള. അപ്പോൾ അവരതിനകത്ത് അവർക്ക് തന്നെ സ്വയം അവർ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത് ഫാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റാമ്പ് ബോക്സിലും മാത്രം നടക്കാനുള്ളതല്ല. ഒരു വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വാർഡ്രോബിൽ വേണം ഈ സംഭവം. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റിവിറ്റി ഒരു നല്ല ഡിസൈനറാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇടാൻ പറ്റാത്ത കുറേ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റിവിറ്റി കാണിക്കണം. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പൊളിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഫാഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ സാധനത്തിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെയും ചെയ്യാൻ ഡെലിഗേറ്റ് കോൺഫിഡൻസ്, അവർക്ക് സെൽഫ് എക്സ്പ്രഷനും പറ്റും. ഇപ്പം നമുക്ക് ഈ ഫാഷൻ ഡിസൈനേഴ്സിന് നോക്കുകയാണെങ്കിൽ മനുവിന് അറിയാം, ഇവരെല്ലാവരും വർഷത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യമൊക്കെ അവരുടെ കളക്ഷൻസ് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ യുണീക്കായിട്ട് നമ്മളിങ്ങനെ സ്റ്റുഡിയോയുടെ അപ്രോച്ചിൽ ഒരു യുണീക്കായിട്ടൊരു ഷോ എവിടെ ചെയ്യണം എന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ വെന്യൂസ് തപ്പണ സമയത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കുന്ന ഈ ബേസ് 11 എന്ന് പറയുന്ന പാലയിലുള്ള ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇന്നർ സ്പേസസ് മാത്രമല്ല മൊത്തം ലാൻഡ്സ്കേപ്പ് അവർ എൻ്റെ ഒക്കെ ഒരു എസ്തെറ്റിക്സ് എന്ന് പറയും. ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കൈൻഡ് ഓഫ് സ്റ്റൈലിങ്ങിനനുസരിച്ച് മൊത്തം ലാൻഡ്സ്കേപ്പ് ഒരു ക്വൈറ്റ് ലക്ഷറി ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു കംപ്ലീറ്റ് മാറ്റിയിരിക്കുകയാണ്. ബേസ് 11 എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവർക്ക് 11 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെന്യൂസാണ് ഒരു ഒറ്റ ലാൻഡ്സ്കേപ്പിൻ്റെ ഉള്ളത്. ഒരുപാട് ഏകദേശം 75,000 സ്ക്വയർ ഫീറ്റ് അങ്ങോട്ട് ബിൽഡപ്പ് ഏരിയ ഉണ്ട്. 10 ഏക്കേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ മൊത്തം ഏരിയ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഇപ്പോൾ 10 ഫംഗ്ഷനോ 7 ഫംഗ്ഷനോ ഒക്കെ ഒറ്റ അടിക്ക് തന്നെ ഒരേ ടൈമിൽ ഇവർക്ക് ഒരേ സമയത്ത് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ഹോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്പേസ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ അതിൻ്റെ ഏറ്റവും മുന്നോടിയായിട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് ഇവിടെ തന്നെ ചെയ്തുകൂടാന്നുള്ളത് കാര്യം വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റും ആൾക്കാരും ഒക്കെയാണ് നമുക്ക് എല്ലാ സർവീസസും എല്ലാ ഫെസിലിറ്റീസും പ്രോപ്പറായിട്ട് റെഡി ആക്കി തന്നു. നമ്മളതിനെ ഏറ്റവും കംഫർട്ട് ആക്കുക എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു സ്ഥലത്ത് DJ നടക്കുന്നുണ്ടെങ്കിൽ മറ്റേ സ്ഥലത്ത് വളരെ കാമായിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ നമ്മളിത് അറിയുന്നില്ല. അത്രയും സൗണ്ട് പ്രൂഫ് ആയിട്ട് അക്കോസ്റ്റിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എക്കോ കാര്യങ്ങളൊന്നും ഒന്നുമില്ലാതെ എന്താ പറയുക വളരെ നീറ്റ്ലി നൈസ്ലി ഇടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. കാരണം അത്രയും നൈസായിട്ടുള്ള സ്പേസ് ആണ്. വളരെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കില്ല. ഹൂവർ ആരാണോ ഇത് ബിൽഡ് ആർക്കിടെക്ചർ ദ ഡിസൈൻ ദ ഹെഡ് ബിഹൈൻഡ് ഇറ്റ് ഹാറ്റ്സ് ഓഫ് ടു ദം. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീനാഥ് എന്തായാലും നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു നമ്മൾ തമ്മിൽ. കാരണം എൻ്റെ കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു, നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളതാണെങ്കിൽ കൂടി. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബേസ് 11 അവർ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു കോൺവെർസേഷൻ നമുക്ക് ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ബേസ് 11നും താങ്ക്സ്, അതുപോലെ തന്നെ ശ്രീനാഥിനും താങ്ക്സ്. നമ്മളൊരു നല്ല ടൈമായിരുന്നു. താങ്ക് യു വെരി മച്ച്.